യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാർ യേശുവിനെയും കൊണ്ട് പതിവ് പോലെ യെരുശലേമിൽ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ഒരു നഷ്ടപ്പെടൽ സംഭവിക്കുകയാണ്. മറ്റൊന്നുമല്ല, അമ്മയപ്പന്മാർക്ക് നഷ്ടപ്പെട്ടത് യേശുവിനെ തന്നെയായിരുന്നു. യേശു ഇല്ലാത്ത ഒരു ദിവസത്തെ അവരുടെ മടക്കയാത്ര. തിരുവചനം പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചു. ഊഹിച്ച് നടന്നവർക്ക് നഷ്ടപ്പെടലുണ്ടായി. ഇന്ന് അനേകരും ക്രിസ്തീയ ജീവിതത്തിൽ ഊഹിച്ചു നടക്കുന്നവരാണ്. പലതിനെക്കുറിച്ചും വ്യക്തതയില്ല, ചോദിച്ചാൽ തിട്ടമായ ഉത്തരവുമില്ല. അതങ്ങനെയായിരിക്കാം, അങ്ങനെയാണെന്നാ തോന്നുന്നേ, അതേക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. ഇമാതിരിയുള്ള ഊഹാപോഹങ്ങൾ നിറഞ്ഞ ജീവിതം നയിക്കുന്ന പലരുണ്ട് ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ. എന്നാൽ ഊഹിച്ച് നടക്കേണ്ടുന്ന ഒരു മേഖലയല്ല ക്രിസ്തീയ ജീവിതമെന്നത്. നമ്മോടൊപ്പം യേശു കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പോടെ ജീവിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, തീർന്നില്ല, ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, നമ്മുടെ ഇരിപ്പിൽ, നടപ്പിൽ, യാത്രയിൽ, ജോലിയിൽ, കിടക്കയിൽ നമ്മോടൊപ്പം യേശു കർത്താവ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. യേശുവില്ലാതെ ഒരു ദിവസം വഴി നടന്ന അമ്മയപ്പന്മാർ യേശുവിനെ കണ്ടെത്തുവാൻ 3 ദിവസത്തെ വഴിദൂരം നടക്കേണ്ടി വന്നു. പലതും നഷ്ടപ്പെടുത്തുവാൻ എളുപ്പമായിരിക്കും, പക്ഷെ തിരികെ കണ്ടെത്തുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരാം. നമുക്ക് പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഒരു കാരണവശാലും യേശു എന്ന വിലയേറിയ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൂടാ. നമ്മോടൊപ്പം യേശു ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? ഉത്തരം വളരെ ലളിതമാണ്. യേശു കർത്താവിനോട് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുക, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ഒരു കാരണവശാലും യേശുവിൽ നിന്നും മാറിപ്പോകരുത്. നമ്മുടെ നോട്ടം യേശുവിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകരുത്. ഇങ്ങനെ നാം ചെയ്യുന്ന പക്ഷം നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം യേശു കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്ന് നമുക്ക് ഉറപ്പുവരുത്താം, അതെ, യേശു എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്.